വടക്കാഞ്ചേരി നഗരസഭ 5-ാം ഡിവിഷനിൽ കുമ്പളങ്ങാട് അമൃത പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാനായി JCB ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിച്ചതിനെ തുടർന്ന് ഗർത്തങ്ങളും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു. പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് ശേഷം അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മിച്ചത്. കുത്തിപ്പൊളിച്ച ഭാഗം വെറുതെ മണ്ണിട്ട് മൂടുകയും അതിനുമീതെ മെറ്റൽ പരത്തുകയുമാണ് ചെയ്തത്. മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വണ്ടികൾ ചെളിയിൽ താഴ്ന്നുപോകുന്ന നിത്യസംഭവമായി മാറുകയും ചെയ്തു. ഇന്നലെ 4 ടിപ്പറുകൾ ചെളിയിൽ താഴ്ന്നുപോയി. കഴിഞ്ഞ ആഴ്ചയിൽ 1 ടിപ്പറും വാർപ്പ് സാമഗ്രികൾ കയറ്റിയ പെട്ടിവണ്ടിയും ചെളിയിൽ താഴ്ന്നുപോയിരുന്നു. സ്കൂൾ തുറന്നതോടെ നിരവധി സ്കൂൾ ബസ്സുകൾ കുട്ടികളെ എടുക്കാൻ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. റോഡിൽ കുളത്തിന് സമാനമായ ഗർത്തങ്ങളുള്ളതുകൊണ്ട് രക്ഷിതാക്കൾ ആശങ്കയിലാണ്. കുറുമക്കാവ് ക്ഷേത്രത്തിലേക്കും നിരവധി പേർ ദർശനത്തിനായി ഈ വഴിയാണ് പോകുന്നത്. റോഡിലെ വെള്ളക്കെട്ടുകൾ കാൽനടയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. വാർഡ് മെമ്പറുടെ അനാസ്ഥയും നഗരസഭാ ഭരണാധികാരികളുടെ ധാർഷ്ട്യവും നിരുത്തരവാദപരമായ നിലപാടുകളുമാണ് ഈ വിഷയം ഇത്രയും രൂക്ഷമാക്കിയത്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന് 5-ാം ഡിവിഷൻ കോൺഗ്രസ് ബൂത്ത് വാർഡ് കമ്മിറ്റികൾ സംയുക്തമായി ആവശ്യപ്പെട്ടു. ബൂത്ത് പ്രസിഡന്റ് ജിജോ തൈക്കാടൻ, വാർഡ് പ്രസിഡന്റ് PA രമേശ് എന്നിവർ വാർഡ് കമ്മിറ്റിയുടെ പ്രതിഷേധം അറിയിച്ചു. നഗരസഭാ ഭരണാധികാരികളും വാർഡ് കൗൺസിലറും ഉൾപ്പെടെയുള്ളവർ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു.